സംസ്ഥാനത്ത് രണ്ട് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ട് യുവാക്കൾക്ക് മരണം സംഭവിച്ചു. പത്തനംതിട്ടയിലെ കുന്നമൂട്ടിലും അതുപോലെ കൊട്ടാരക്കരയിലുമാണ് അപകടം ഉണ്ടായത്. കുന്നമൂട്ടിൽ നിയന്ത്രണം തെറ്റിയ കാർ ബൈക്കിലിടിച്ച് പേഴുംപാറയിലെ ജോബി മരിച്ചു. കൊട്ടാരക്കരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്കിൽ സഞ്ചരിച്ച അഭിരാമിന് ജീവൻ നഷ്ടപ്പെട്ടു. ആദ്യം കൊട്ടാരക്കരയിലെ കാര്യം നോക്കാം. സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. ടെലിഫോണിലാണ് സുജിത്ത് ഉള്ളത്. സുജിത്തെ, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയത്? SKN കൊട്ടാരക്കര കച്ചേരിമുക്ക് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. കാറും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന കരിക്കം സ്വദേശി 25 വയസ്സുള്ള അഭിരാമാണ് മരിച്ചത്. സുഹൃത്ത് അജയനെ പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ബൈക്ക് സ്റ്റണ്ടിങ്ങിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമിത വേഗതയിലെത്തിയ ബൈക്ക് പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിലേക്ക് ഇടിച്ച ശേഷമാണ് മറിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, EV ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, ഈ കുന്നമൂട്ടിൽ മരിച്ച ആളിന്റെ വിശദാംശങ്ങൾ കിട്ടിയോ? ജോബിയുടെ വിവരങ്ങൾ പറയും. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പത്തനംതിട്ട കൊന്നമൂട്ടിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. നിയന്ത്രണം തെറ്റിയ കാറ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഈ ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയതിൽ സ്വകാര്യ ബസ് ഡ്രൈവറായ ഈ പേഴുംപാറ സ്വദേശി ജോബിയാണ് എന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. സഹയാത്രികൻ ഗുരുതരമായ പരിക്കോടുകൂടി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തി മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ SKN അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ്. കാരണം ഈ വളയിൽ വെച്ച് അമിത വേഗതയിൽ വന്ന കാർ ഈ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാർ തെറിച്ചു വീഴുന്നതൊക്കെ ആ ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ഭയങ്കര ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. എന്തായാലും പോലീസ് ഈ കാർ യാത്രക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുമെന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. എന്തായാലും ബസ് ഡ്രൈവറായ ജോബിയാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. സഹയാത്രികൻ ഗുരുതരമായ പരിക്കോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഓക്കെ, എന്തായാലും 2 പേരാണ് സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ മരിച്ചത് എന്ന വാർത്തയാണ് വന്നത്. ഒന്ന് കൊട്ടാരക്കരയിലും ഒന്ന് പത്തനംതിട്ടയിലും.